ബെറിലിയം ക്ലോറൈഡ് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബെറിലിയം ക്ലോറൈഡ് BeCl2. ഇപ്പൊ ബെറിലിയം ആറ്റത്തിലേക്ക് വരിക. ബെറിലിയം ആറ്റത്തിനകത്ത് ബെറിലിയം ആറ്റത്തിന്റെ atomic number is 4. Its electronic configuration is 1s2, 2s2, 2p. അതായത് ഫസ്റ്റ് ഷെല്ലില് ഒരു s ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ഷെല്ലില് 2 ഓർബിറ്റലുകൾ ഉണ്ട്, s ആൻഡ് p. അപ്പോ എസില് 2 ഇലക്ട്രോണുകൾ ഉണ്ട്, p is vacant, അവിടെ ഓർബിറ്റൽ ഇലക്ട്രോണുകളൊന്നുമില്ല. അപ്പോ 1s2, 2s2 എന്ന് പറയുന്ന ഓർബിറ്റൽ, അപ്പോൾ ഔട്ടർ ഷെല്ലിൽ ഒരു s ഓർബിറ്റൽ ഉണ്ട്. ബെറിലിയം ആറ്റത്തിന്റെ ഔട്ടർ ഷെല്ലില് ഒരു s ഓർബിറ്റൽ ഉണ്ട്. 2 ക്ലോറിൻ ആറ്റം അപ്പുറത്തും ഇപ്പുറത്തും വന്നിട്ടുണ്ട്. അപ്പൊ ഒരു ബെറിലിയം ആറ്റം എന്ത് ചെയ്യുന്നു? ഒരു s ഓർബിറ്റൽ എടുത്തു. ഒരു s ഓർബിറ്റൽ എടുത്തിട്ട് ഒരു ക്ലോറിൻ ആറ്റത്തിന് കൊടുത്തു. ആ ക്ലോറിൻ ആറ്റത്തിന്റെ ഒരു p ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്തു. പിന്നെ ബെറിലിയം ആറ്റത്തിലുള്ളത് p ഓർബിറ്റലാണ്. അപ്പൊ ആ p ഓർബിറ്റൽ എടുത്തു, അത് ക്ലോറിൻ ആറ്റത്തിന്റെ ഒരു p ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്തു. ഇങ്ങനെ ബോണ്ടുകൾ ഉണ്ടായി. അപ്പോ ഒരു ബെറിലിയം ആറ്റത്തിന്റെ ഒരു s ഓർബിറ്റലും ക്ലോറിൻ ആറ്റത്തിന്റെ ഒരു p ഓർബിറ്റലും കൂടെ ഒരു ഭാഗത്ത് ഓവർലാപ്പ് ചെയ്യുമ്പോൾ മറ്റൊരു ഭാഗത്ത് ബെറിലിയം ആറ്റത്തിന്റെ p ഓർബിറ്റലും ക്ലോറിൻ ആറ്റത്തിന്റെ p ഓർബിറ്റലും കൂടെയാണ് ഓവർലാപ്പ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം s ഓർബിറ്റലിനും p ഓർബിറ്റലിനും എനർജി ഡിഫറൻസ് ഉണ്ട്. s ഓർബിറ്റലിന് എനർജി അല്ലല്ലോ ഒരിക്കലും p ഓർബിറ്റലിന് എനർജി. അപ്പോ ഈ ബോണ്ടുകൾക്ക് എനർജി ഡിഫറൻസ് വരുമല്ലോ. ഒരു ബോണ്ട് എന്ന് പറയുന്നത് ഒരു s ഓർബിറ്റലും ഒരു p ഓർബിറ്റലും കൂടെ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടാകുന്നതാണ്. മറ്റേ ബോണ്ട് എന്ന് പറയുന്നത് ഒരു p ഓർബിറ്റലും ഒരു p ഓർബിറ്റലും കൂടെ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടാകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ 2 ബോണ്ടുകളും എനർജിയിൽ വ്യത്യാസമുള്ളവയായിരിക്കണം. പക്ഷെ ബെറിലിയം ക്ലോറൈഡിലെ 2 ബോണ്ടുകൾ രണ്ടും ഒരുപോലെയുള്ളവയാണ്, ഒരേ എനർജി ഉള്ളവയാണ്, ഒരുപോലെ ഇരിക്കുന്നവയാണ്. അതെങ്ങനെ സാധിക്കും? അതെങ്ങനെ ഉണ്ടാവും എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വീട്ടിലെ ഒരു കാര്യം ആലോചിക്കും. നമ്മുടെ വീട്ടിലേക്ക് ഒരു ദിവസം കുറച്ച് വിരുന്നുകാർ വരികയാണ്. നമ്മുടെ അമ്മാവനും അമ്മായിയും 2 പിള്ളേരും കൂടെ വന്നു. 4 പേര് വന്നു. ഈ 4 പേര് വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ ചായ കൊടുക്കണം, എന്തെങ്കിലും ഒന്ന് കുറയ്ക്കാനെടുത്ത് അവരുടെ ഒരു പ്ലേറ്റിലും അവരുടെ മുമ്പിൽ വെക്കണ്ടേ? അതല്ലേ ഒരു മര്യാദ, ആതിഥ്യ മര്യാദ അല്ലേ? ആ ആതിഥ്യ മര്യാദയ്ക്ക് വേണ്ടിയിട്ട് നമ്മളുടെ പാത്രം മുഴുവൻ തപ്പി എല്ലാം കൊറോണ പിടിച്ച് വീട്ടിലിരിക്കുന്ന സമയമാണ്. പിള്ളേര് ഒരു പാത്രത്തിനകത്ത് ഒരു സാധനം വെച്ചിരുന്നാൽ കാണില്ല. അങ്ങനെ അമ്മ തപ്പി ചെന്നപ്പോ 2 മഞ്ഞ ലഡു ഇരിപ്പുണ്ട് ഒരു പാത്രത്തില്, വേറൊരു പാത്രത്തില് 2 ഓറഞ്ച് ലഡു ഇരിപ്പുണ്ട്. ലഡു പലവിധ മുലകിൽ സുലഭം, അറിയാമല്ലോ. മഞ്ഞ ലഡു ഉണ്ട്, പച്ച ലഡു ഉണ്ട്, പല ഓറഞ്ച് കളറിലെ ലഡു ഉണ്ട്. ലോട്ട് ഓഫ് വെറൈറ്റീസ് ആണ്. പിന്നെ ഈ കൊറോണ പ്രമാണിച്ച് ഇഷ്ടം പോലെ പല സാധനങ്ങൾ കൊണ്ട് പല തരത്തിലുള്ള പലഹാരങ്ങൾ നമ്മൾ പരീക്ഷിച്ച് വളരെ ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുമുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ കയ്യിൽ 2 മഞ്ഞ ലഡു ഉണ്ട്, 2 ഓറഞ്ച് ലഡു ഉണ്ട്. അപ്പൊ ഈ മഞ്ഞ ലഡു ആയതിനും അമ്മാവനും അമ്മായിക്കും മഞ്ഞ ലഡു, പിള്ളേർക്ക് 2 പേർക്ക് ഓറഞ്ച് ലഡു എന്ന് പറയുമ്പോൾ എന്തോ അത് ശരിയല്ല. എന്നാ പിള്ളേർക്ക് മഞ്ഞ ലഡു കൊടുത്തിട്ട് അമ്മാവനും അമ്മായിക്ക് ഓറഞ്ച് ലഡു കൊടുത്താൽ അതും ശരിയാവില്ല. അപ്പൊ ഒരു കൺഫ്യൂഷൻ വന്നു. അപ്പൊ അമ്മ എന്ത് ചെയ്തു? ഈ 4 ലഡുവും കൂടെ അങ്ങോട്ട് പൊടിച്ചു. 2 മഞ്ഞ ലഡുവും പൊടിച്ചു, 2 ഓറഞ്ച് ലഡുവും പൊടിച്ചു. കൈകൊണ്ട് നന്നായി വിരകി, നന്നായിട്ട് അത് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ എല്ലാം കൂടെ നിറമെല്ലാം ഒരുപോലെ മഞ്ഞയും ഓറഞ്ചും കൂടെ ചേർന്നിട്ട്, എന്നിട്ട് ഇതിനെ വീണ്ടും അതേ വലുപ്പത്തിൽ ഉരുളകളാക്കി. അപ്പൊ നമുക്ക് 4 ലഡു ഉണ്ടായിട്ടുണ്ട്. ഈ 4 ലഡുവിനും ഒരേ നിറമായിരിക്കുമല്ലോ അല്ലേ?
മഞ്ഞയും ഓറഞ്ചും ഗുളിക പോലെ കിടക്കുന്ന സാധനങ്ങളെല്ലാം കൂടി മിക്സ് ആയിട്ട് ഈ 4 ലഡുകളും ഇപ്പോൾ കണ്ടാൽ ഒരുപോലെയാണ് ഇരിക്കുന്നത്. ആന്നേ, സംശയമുണ്ടോ? സംശയമുണ്ടെ പറഞ്ഞോ. അപ്പൊ അങ്ങനെ 4 ലഡുകളും ഒരുപോലെ വന്നു. ഇനിയിപ്പോ മനപ്രയാസം കൂടാതെ ഈ 4 പേർക്കും സന്തോഷമായിട്ട് വിളമ്പാം. 4 ലഡു ഒരുപോലെയാണ് ഇരിക്കുന്നത്, ആർക്കും ഏത് വേണമെങ്കിലും കഴിക്കാം. പച്ച ലഡു കഴിച്ചിട്ടുണ്ടാകുന്ന അസുഖവും, ഓറഞ്ച് ലഡു കഴിച്ചിട്ടുണ്ടാകുന്നയാൾക്ക് ഉണ്ടാകുന്ന അസുഖവും മഞ്ഞ ലഡു കഴിച്ചിട്ടുണ്ടാകുന്ന അസുഖവും എല്ലാവർക്കും ഈക്വൽ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി സമാധാനമായിട്ടിരിക്കും. ഓക്കെ, സെയിം ഈസ് ദ കേസ് വിത്ത് ബെറിലിയം. ബെറിലിയം ആറ്റത്തിന്റെ കയ്യിൽ ഒരു എസ് ഓർബിറ്റൽ, ഒരു പി ഓർബിറ്റൽ ഉണ്ട്. വന്നത് 2 ക്ലോറിൻ ആറ്റങ്ങളാണ്. ഈ 2 ക്ലോറിൻ ആറ്റങ്ങൾക്കും ഒരേ തരത്തിലുള്ള ഓർബിറ്റലുകളെ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഈ ബെറിലിയം ആറ്റത്തിനുണ്ട്, എല്ലാ സെൻട്രൽ ആറ്റങ്ങൾക്കും ഉണ്ട്. അതിനുവേണ്ടി സെൻട്രൽ ആറ്റം എന്ത് ചെയ്യും? ഔട്ടർ ഷെല്ലില് വേക്കൻ്റ് ആയിട്ടുള്ള ഓർബിറ്റലോ പാർഷ്യലി, അതായത് ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റലുകളോ ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റലുകളോ ഒക്കെ എടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഔട്ടർ ഷെല്ലിൽ, വാലൻസ് ഷെല്ലിൽ അവൈലബിൾ ആയിട്ടുള്ള ഓർബിറ്റലുകൾ എടുത്ത് വരുന്നവരുടെ ആവശ്യമനുസരിച്ച്, എത്ര പേരാണോ വന്നിരിക്കുന്നത് അവരുടെ ആവശ്യമനുസരിച്ച് ഓർബിറ്റലുകളെ മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അത്രയും തന്നെ ഓർബിറ്റലുകളെ റീഅറേഞ്ച് ചെയ്യും. നമ്മൾ ഓറഞ്ച് ലഡുവും മഞ്ഞ ലഡുവും കൂടെ മിക്സ് ചെയ്ത്, 2 ഓറഞ്ച് 2 മഞ്ഞ രണ്ടും കൂടി മിക്സ് ചെയ്ത് 4 ലഡുകൾ ഉണ്ടാക്കിയില്ലേ? സെയിം അതുപോലെ തന്നെ എത്ര ഓർബിറ്റലുകൾ മിക്സ് ചെയ്യുന്നു അത്രയും തന്നെ മിക്സ്ഡ് ഓർബിറ്റലുകൾ റീഅറേഞ്ച് ചെയ്യുന്ന ഒരു പരിപാടി ഈ ആറ്റങ്ങൾക്കകത്ത് നടക്കുന്നതായിട്ട് ഒരു തിയറി പറയുന്നുണ്ട്. അതിന്റെ പേരാണ് ഹൈബ്രിഡൈസേഷൻ. മിക്സിംഗ് ഓഫ് ഓർബിറ്റൽസ് ഓഫ് സ്ലൈറ്റ്ലി ഡിഫറെന്റ് എനർജീസ്. അതുകൊണ്ടാണ് നമ്മൾ ഔട്ടർ ഷെല്ലിലെ ഓർബിറ്റലുകൾ എന്ന് പറയുന്നത്. ഔട്ടർ ഷെല്ലിൽ കിടക്കുന്ന ഓർബിറ്റലുകളായിരിക്കും. ഔട്ടർ ഷെല്ലിൽ കിടക്കുന്ന ഓർബിറ്റലും പിന്നെ ഇന്നർ ഷെല്ലിൽ കിടക്കുന്ന ഓർബിറ്റലും കൂടി ആകുമ്പോൾ എനർജിയിൽ വലിയ വ്യത്യാസമുണ്ട്. അത് പാടില്ല. ചെറിയ എനർജി ഡിഫറൻസ് ഉള്ള ഓർബിറ്റലുകൾ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് വീണ്ടും അവരെ റീഅറേഞ്ച് ചെയ്യുന്ന പ്രോസസ്. മിക്സിംഗ് അപ്പ് ഓഫ് ആറ്റമിക് ഓർബിറ്റൽസ് ഓഫ് സ്ലൈറ്റ്ലി ഡിഫറെന്റ് എനർജീസ് ടു ഫോം ഓർബിറ്റൽസ് ഓഫ് ഈക്വൽ എനർജി. അങ്ങനെ മിക്സ് ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ ഓർബിറ്റലുകൾക്കെല്ലാം ഒരേ എനർജിയാവും. അങ്ങനെ ഒരേ എനർജിയുള്ള ഓർബിറ്റലുകൾ അറേഞ്ച് ചെയ്ത് ഒരു പ്രത്യേക ഡയറക്ഷനിൽ അവരെല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിലേക്ക് മറ്റ് ആറ്റങ്ങളുടെ അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യുന്ന ആറ്റങ്ങളുടെ ഓർബിറ്റലുകൾ ഓവർലാപ്പ് ചെയ്ത് ഒരേ എനർജിയുള്ള ബോണ്ടുകൾ ഉണ്ടാവും. And that process is known as hybridization. Mixing up of atomic orbitals. Hybridization. Pauling എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. Hybridization is defined as the process of intermixing of the orbitals of slightly different energies, resulting in the formation of new set of orbitals of equivalent energies and shape. അപ്പൊ അങ്ങനെ മിക്സ് ചെയ്ത് പുതുതായിട്ടുണ്ടാവുന്ന ഓർബിറ്റൽസിനെല്ലാം ഒരേ എനർജിയും ഒരേ ഷേപ്പും ആയിരിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞ എസ് ഓർബിറ്റൽ സ്പെറിക്കലി സിമെട്രിക്കൽ ആണ്. പി ഓർബിറ്റൽ ഈസ് ഡംബൽ ഷേപ്ഡ്. ഇവർ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് പുതിയൊരു ഷേപ്പ്, അത് ഒരേ ഷേപ്പ് ആയിരിക്കും, ഒരേ എനർജിയും ആയിരിക്കും. അപ്പൊ നമ്മളതിന് പേരുകൾ പറയും. ഒരു എസ് ഓർബിറ്റലും ഒരു പി ഓർബിറ്റലും കൂടെ മിക്സ് ചെയ്തു വിചാരിക്കാം. ഒരു എസ് ഓർബിറ്റലും ഒരു പി ഓർബിറ്റലും കൂടെ മിക്സ് ചെയ്തു.
അപ്പൊ നമുക്ക് കിട്ടുന്ന ഓർബിറ്റലിന്റെ പേര് sp ഓർബിറ്റൽ എന്നാണ്. ഒരു എസ് ഒരു പി. ആകെ എത്ര എണ്ണം ഉണ്ട്? 2 ഓർബിറ്റലുകളുണ്ട്. ഈ 2 ഓർബിറ്റലുകൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ we get 2 sp hybridized orbitals. രണ്ട് sp hybridized orbitals. ഒരു s ഓർബിറ്റലും 2 p ഓർബിറ്റലും കൂടെ മിക്സ് ചെയ്താൽ ആകെ എത്ര ഓർബിറ്റൽസ് മിക്സ് ചെയ്തു? 3 ഓർബിറ്റൽസ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു എസും 2 p ഓർബിറ്റലും. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? sp2. ഒരു എസും 3 p ഓർബിറ്റലും കൂടെ മിക്സ് ചെയ്താൽ നമുക്ക് sp3 hybridized orbitals. ഇത് എത്ര എണ്ണം കാണും? sp2 hybridized orbitals എത്ര എണ്ണം കാണും? 2 3. sp3 hybridized orbitals എത്ര എണ്ണം കാണും? 4. അപ്പൊ ഒരു എസും ഒരു പിയും കൂടെ കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന ഓർബിറ്റലിന്റെ പേര് sp ഓർബിറ്റൽ. ഒരു എസും 2 പിയും കൂടെ കമ്പൈൻ ചെയ്ത ഓർബിറ്റലിന്റെ പേര് sp2 hybridized ഓർബിറ്റൽ. ഒരു എസും 3 പിയും കൂടെ ഹൈബ്രിഡൈസ് ചെയ്തിട്ടുണ്ടാകുന്ന ഓർബിറ്റലിന്റെ പേര് sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ. ഒരു എസും 3 പിയും ഒരു ഡിയും കൂടെ കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന ഓർബിറ്റൽ ആണെങ്കിൽ അതിന്റെ പേര് sp3d. അപ്പൊ എത്ര എണ്ണം ഉണ്ടാവും? 5 sp3d ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഉണ്ട്. 2 ഡി ഓർബിറ്റൽ എസ്, 3 പി, 2 ഡി ഇത്രയും ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ടുണ്ടായാൽ ഓർബിറ്റലിന്റെ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലിന്റെ പേര് sp3d2. sp3d2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ആണ്. എത്ര എണ്ണം കാണും? 6 sp3d2 hybridized orbitals. അപ്പോൾ ഇങ്ങനെയാണ് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസിന്റെ പേരുകൾ നമ്മൾ പറയാം. അപ്പൊ എസും ബിയും കൂടെ ചേർന്നാൽ sp, ഒരു എസും 2 ബിയും കൂടെ ചേർന്നാൽ sp2, ഒരു എസും 3 ബിയും കൂടെ ചേർന്നാൽ sp3, ഒരു എസും 3 പിയും ഒരു ഡിയും കൂടെ ചേർന്നാൽ sp3d, ഒരു എസും 3 പിയും 2 ഡിയും കൂടെ ചേർന്നാൽ sp3d2. അത്രയുമാണ് നമ്മൾ നോക്കാൻ പോകുന്ന ഹൈബ്രിഡൈസേഷൻസ്. അതുകൊണ്ടാണ് അത്രയും പറഞ്ഞത്. വേറെയും ഉണ്ടാവും, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. The main features of, continue writing, the main features of hybridization are: 1. The number of hybrid orbitals is equal to the number of atomic orbitals that get hybridized. Second point, the hybridized orbitals are always equivalent in energy and shape. Equivalent എന്നുള്ള സ്പെല്ലിംഗ് അറിയാമോ? EQUIVALENT, ഇക്വിവാലന്റ് എന്നാണ്. ഇക്വലന്റ് നമ്മൾ വായിക്കും. അർത്ഥം ഇങ്ങനെ ഉണ്ടാകുന്ന ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ്, 2 sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ടായാൽ ഈ 2 sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസിനും ഒരേ എനർജി ആയിരിക്കും, ഒരേ ഷേപ്പ് ആയിരിക്കും. എസിന് ഒരു ഷേപ്പാണ്, പിക്ക് ഒരു ഷേപ്പാണ്. എസിന് ഒരു എനർജിയാണ്, പിക്ക് ഒരു എനർജിയാണ്. പക്ഷേ ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസിന് ഒരേ ഷേപ്പും ഒരേ എനർജിയുമായിരിക്കും. മൂന്നാമത്തേത്, the hybrid orbitals are more effective. The hybrid orbitals are more effective in forming stable bonds. എന്നുവെച്ചാൽ അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് ബോണ്ട് ഉണ്ടാവുന്ന കാര്യം ഞാൻ ആദ്യം പറഞ്ഞില്ലേ. അങ്ങനെ അറ്റോമിക് ഓർബിറ്റൽസ് ഡയറക്റ്റ് ആയിട്ട് ഓവർലാപ്പ് ചെയ്തുണ്ടാവുന്ന ബോണ്ടിനേക്കാളും കൂടുതൽ സ്ട്രെങ്ത് ഉള്ള, കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ബോണ്ടിങ് ആയിരിക്കും ഹൈബ്രിഡ് ഓർബിറ്റൽസ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ്, the hybrid orbitals are directed in space to have minimum repulsion between electron pairs. അതായത് ഇങ്ങനെ ഉണ്ടാവുന്ന ഹൈബ്രിഡ് ഓർബിറ്റൽസ്, ഇവിടെ ഇപ്പോൾ 2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടായിട്ടുണ്ട്. ഈ ഹൈബ്രിഡ് ഓർബിറ്റൽസ് പരമാവധി അകലെ നിൽക്കുന്ന രീതിയിൽ സ്പേസിൽ അറേഞ്ച് ചെയ്യും. സ്പേസിൽ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റം നിൽക്കുന്ന ആറ്റത്തിന് ചുറ്റിനുമായിട്ട് എത്ര അകലെ നിൽക്കാമോ അത്രയും അകലെ നിൽക്കുന്ന രീതിയിൽ അത് അറേഞ്ച് ചെയ്യും. അങ്ങനെ നിൽക്കുമ്പോൾ അതിന് മോളിക്കുലർ പ്രത്യേക ഷേപ്പ് ഒക്കെ ഉണ്ടാവും. 4 പ്രത്യേകതകളാണ് ഹൈബ്രിഡൈസേഷന് പറഞ്ഞത്. ഒന്ന്, എത്ര ആറ്റമിക് ഓർബിറ്റൽസ് മിക്സ് ചെയ്യുന്നു അത്രയും ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാകും. ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസിനെല്ലാം ഒരേ എനർജിയും ഷേപ്പുമായിരിക്കും.
പിന്നെന്താണ് പറഞ്ഞത്? ഹൈബ്രിഡ് ഓർബിറ്റൽസിന്റെ ഓവർലാപ്പിംഗ് ആണ് കൂടുതൽ എഫക്റ്റീവ്. ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ ഡയറക്റ്റഡ് ഇൻ സ്പേസ് so as to minimize the repulsion between the electron pairs. ഇനി അടുത്തത് the conditions for hybridization. എങ്ങനെയൊക്കെയുള്ള ഓർബിറ്റൽസ് ആണ് ഹൈബ്രിഡൈസ് ചെയ്യുക? കണ്ടീഷൻസ് ഫോർ ഹൈബ്രിഡൈസേഷൻ. ഒന്ന്, the orbitals present in the valence shell of the atom are hybridized. ഒരു ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിൽ, ഏറ്റവും വെളിയിലുള്ള ഷെല്ലിലെ ഓർബിറ്റലുകളാണ് ഓവർലാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഹൈബ്രിഡൈസ് ചെയ്യുക, കൂട്ടിക്കുഴയ്ക്കുക. അതാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ലഡുവിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ. രണ്ടാമത്തെ പോയിന്റ്, the orbitals undergoing hybridization should have almost equal energy. ഈ ഹൈബ്രിഡൈസ് ചെയ്യുന്ന ഓർബിറ്റൽസിന് വലിയ എനർജി ഡിഫറൻസ് ഉണ്ടാവാൻ പാടില്ല, ചെറുതാവാം. മൂന്നാമത്തെ പോയിന്റ്, പ്രൊമോഷൻ ഓഫ് ഇലക്ട്രോൺ ഈസ് നോട്ട് എസെൻഷ്യൽ. എന്ന് പറഞ്ഞാല് ഇതിപ്പോ ഇവിടെ എസ്സിൽ ഒരു ഇലക്ട്രോൺ കിടപ്പുണ്ട്. ഹൈബ്രിഡൈസേഷൻ നടത്തുമ്പോൾ എസ്സിലെ ഇലക്ട്രോണിനെ പിയിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് ആണ് ഹൈബ്രിഡൈസേഷൻ ഇവിടെ നടത്തുന്നത്. ഈ ബെറിലിയം എന്ന് പറയുന്ന ആറ്റം നടത്തുന്നത്. അപ്പൊ എസ്സിലെ ഇലക്ട്രോണിനെ പിയിലേക്ക് നമ്മൾ എക്സൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടാണ് ഹൈബ്രിഡൈസേഷൻ ഒക്കെ നടത്തുന്നത് ഈ ഒരു കേസിൽ. പക്ഷെ അങ്ങനെയുള്ള ഒരു പ്രൊമോഷൻ, ഇലക്ട്രോണിനെ ഒരു ഓർബിറ്റിൽ നിന്ന് വേറൊരു ഓർബിറ്റിലേക്ക് മാറ്റിയിട്ട് ഹൈബ്രിഡൈസേഷൻ നടത്തണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ അല്ലാത്ത കേസുകളും ഉണ്ട്. പ്രൊമോഷൻ ഓഫ് ഇലക്ട്രോൺ ഈസ് നോട്ട് എസെൻഷ്യൽ ഫോർ ഹൈബ്രിഡൈസേഷൻ. നാലാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് നോട്ട് നെസസറി that only half-filled orbitals participate in hybridization. അതായത് ഹാഫ് ഫിൽഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോണുകളാണ് പാടുള്ളത്. നമുക്കറിയാം, ഒരു ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? എസ് ഒരു ഓർബിറ്റലാണ്, പി എക്സ് ഒരു ഓർബിറ്റലാണ്, പി വൈ ഒരു ഓർബിറ്റലാണ്, പി ഇസഡ് ഒരു ഓർബിറ്റലാണ്. ഇവിടെയൊക്കെ ഈ 2 ഇലക്ട്രോണുകളെ പാടുള്ളൂ. ഓരോ ഇലക്ട്രോൺ വരുമ്പോൾ നമ്മൾ എന്ത് പറയും? ഹാഫ് ഫിൽഡ് എന്ന് പറയും. അപ്പൊ അങ്ങനെ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റലുകൾ മാത്രമേ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാവൂ എന്നില്ല. കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റലും ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാം, വീക്കെൻഡ് ഓർബിറ്റലും ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാം. അങ്ങനെയൊക്കെയുള്ള ഉള്ള കേസുകളെല്ലാം നമ്മളിങ്ങനെ പിന്നീട് ഓരോ കേസുകളായിട്ട് നമ്മൾ പഠിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഹൈബ്രിഡൈസേഷന്റെ പ്രത്യേകതകളും ഹൈബ്രിഡൈസേഷൻ നടത്തുന്ന ഓർബിറ്റലുകൾ അനുവർത്തിക്കേണ്ട നിയമങ്ങളും ഒക്കെ ഇതൊക്കെയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറെ എക്സാമ്പിൾസ് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്. ആ മോളിക്യൂളുകളൊക്കെ നിങ്ങൾ നന്നായി എഴുതി പഠിക്കുക. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന മോളിക്യൂളുകളുടെ ഹൈബ്രിഡൈസേഷനും അതിനകത്ത് വരുന്ന മോളിക്യൂളിന്റെ ഷേപ്പും ആ മോളിക്യൂളിനകത്ത് വരുന്ന ബോണ്ട് ആംഗിളുകളും ഒക്കെ എങ്ങനെയാണ് ഉണ്ടായതെന്നുമൊക്കെയുള്ള കാര്യം നന്നായി എഴുതി പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇന്ന് പഠിപ്പിച്ചത് അത്രയും നല്ല വൃത്തിയായി പഠിച്ചിരിക്കണം. ഒന്നാമത്തെ മോളിക്യൂൾ, ഒന്നാമത്തെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp ഹൈബ്രിഡൈസേഷൻ ആണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് hybridization. ഒന്നാമത്തെ ഹൈബ്രിഡൈസേഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് sp ഹൈബ്രിഡൈസേഷൻ ആണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന മോളിക്യൂൾ BeCl2 ആണ്. എങ്ങനെയാണ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ദ ഹൈബ്രിഡൈസേഷൻ ഇൻ BeCl2 മോളിക്യൂൾ, അതാണ് നമ്മളോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം. എക്സ്പ്ലെയിൻ ദ ഹൈബ്രിഡൈസേഷൻ ഇൻ BeCl2 മോളിക്യൂൾ. അപ്പൊ BeCl2 എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ മനസ്സിലാക്കണം, അതിനകത്ത് ബെറിലിയം എന്ന് പറയുന്ന ആറ്റം sp ഹൈബ്രിഡൈസേഷൻ നടത്തുകയും 2 ഓർബിറ്റലുകളെ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലുകളെ സൃഷ്ടിക്കുമെന്ന്
ആ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലുകളാണ് ക്ലോറിൻ ആറ്റത്തിന്റെ ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് ബോണ്ടുകൾ ഉണ്ടാക്കുന്നതെന്നുമാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അപ്പൊ ബെറിലിയത്തിന്റെ കോമ്പൗണ്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് ബെറിലിയം ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിലെ 2 ഓർബിറ്റലുകൾ മിക്സ് ചെയ്ത് പുതിയ 2 ഓർബിറ്റലുകൾ അത് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് എഴുതണം? ബെറിലിയം ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. ബെറിലിയം ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് 1s2 2s2. ഇങ്ങനെ ബോക്സ് വരച്ച് പഠിച്ചിട്ടുണ്ട്. This is 1s, this is 2s, this is 2p. ക്ലോറിൻ ആറ്റം ബെറിലിയം ആറ്റത്തിന്റെ അടുത്തേക്ക് വരുമ്പോൾ, നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ, ഗേറ്റിന്റെ അവിടെ തലയനക്കം കാണുമ്പോൾ, ഇയാളെ വീട്ടിനകത്തേക്ക് കയറ്റി ഇരുത്തേണ്ട ആളാണെന്ന് നമുക്ക് ബോധ്യം വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണത്? നമ്മൾ ഓടിച്ചെന്ന് സെറ്റിയൊക്കെ കുടഞ്ഞു വിരിച്ച്, നമ്മളവിടെ TV കണ്ടുകൊണ്ട് വല്ലതൊക്കെ തിന്നോണ്ടിരുന്ന സമയമായിരിക്കും, അതെല്ലാം എടുത്തു മാറ്റി പെട്ടെന്ന് സെറ്റിയിൽ കിടന്ന തോർത്തുകൊണ്ടും അതും ഇതും ചപ്പും ചവറും എല്ലാം എടുത്തു മാറ്റി തൂത്ത് തുടച്ച് തോർത്തുകൊണ്ട് 2 കൊട്ടൊക്കെ കൊട്ടി കസേരയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് മിടുക്കരായിട്ട് നമ്മൾ വാതുക്കെ പോയി നിന്ന് സ്വീകരിക്കും, ഇല്ലേ? എന്ന് പറയുന്നത് പോലെ ബെറിലിയം ആറ്റം ഇങ്ങനെ ചുമ്മാതെ അലസമായിട്ടിരുന്ന സമയത്താണ് 2 ക്ലോറിൻ ആറ്റങ്ങൾ വരുന്നത്. ബോണ്ട് ഉണ്ടാക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ബോണ്ട് ഉണ്ടാക്കണമെങ്കിൽ ബോണ്ട് ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങളെല്ലാം റെഡിയാക്കണം. അതിനുവേണ്ടി ബെറിലിയം ആറ്റം എന്ത് ചെയ്യും? 2 പേരാണ് വരുന്നത്. 2 പേര് വരുമ്പോൾ 2 ഓർബിറ്റലുകളെ പ്രൊവൈഡ് ചെയ്യണം. ബോണ്ടിങ് നടത്തണമെങ്കിൽ 2 ഓർബിറ്റലുകളെ പ്രൊവൈഡ് ചെയ്യണം. ഇവിടെ ഇപ്പോൾ s ഓർബിറ്റൽ ഫില്ല് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഒരു കൺഫ്യൂഷൻ വന്നു. അപ്പോൾ ഉടനെ ബെറിലിയം ആറ്റം എന്ത് ചെയ്യുന്നു? എസിൽ കിടക്കുന്ന ഒരു ഇലക്ട്രോണിനെ പിയിലേക്ക് എടുത്ത് കയറ്റി വെക്കും. എസിൽ കിടക്കുന്ന ഒരു ഇലക്ട്രോണിനെ പിയിലേക്ക് എക്സൈറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതണം 1s2 എക്സൈറ്റഡ് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ. Excited state configuration. This is ground state configuration. This is excited state configuration 1s2 2s1 2p1. 1s inner shell ആണ്. അതിനകത്തുള്ള ഒരു ഓർബിറ്റലിനെയും ഒന്നും ചെയ്യുന്നില്ല. എസിലുള്ള ഒരു ഇലക്ട്രോൺ ഔട്ടർ ഷെല്ലിലെ, സെക്കൻഡ് ഷെല്ലാണ് ഔട്ടർ ഷെൽ, ആ ഔട്ടർ ഷെല്ലിലെ ഒരു ഇലക്ട്രോണിനെ എടുത്ത് പിയിലേക്ക് ഇട്ടു. എക്സിലേക്കും ഇസഡ് ആണല്ലോ നമ്മൾ സാധാരണ പറയാറുള്ള ഇന്റർന്യൂക്ലിയർ ആക്സിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പി ഇസഡിലേക്ക് ഇട്ടു എന്ന് വിചാരിക്കും. എന്നിട്ട് ഈ 2 ഓർബിറ്റലും കൂടെ മിക്സ് ചെയ്തു. ഒരു എസ് ഓർബിറ്റലും ഒരു പി ഓർബിറ്റലും കൂടെ മിക്സ് ചെയ്തു. ഒരു എസ് ഓർബിറ്റലും 2s എന്ന് പറയുന്ന ഓർബിറ്റലും 2pz എന്ന് പറയുന്ന ഓർബിറ്റലും കൂടെ മിക്സ് ചെയ്തു. നമ്മൾ ലഡു പൊടിച്ചതുപോലെ പൊടിച്ചു കുഴച്ചു. എന്നിട്ട് പുതുതായിട്ട് 2 ഓർബിറ്റൽ ഉണ്ടായി. ഒരു എസും ഒരു പിയും കൂടെ മിക്സ് ചെയ്ത് 2 ഈ ഓർബിറ്റലുകളുടെ പേരെന്താണ്? sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ്. 2 sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ട്. ഇത് രണ്ടും sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലാണ്. 1s ഇവിടെ നിൽപ്പുണ്ട് 2 ഇലക്ട്രോണുമായിട്ട്. പിയുടെ 2 ഓർബിറ്റൽ ഇവിടെ മിച്ചം കിടപ്പുണ്ട്, അത് തൊട്ടിട്ടേ ഇല്ല. ദിസ് ഈസ് 2p ഓർബിറ്റൽ, ദീസ് 2 ആർ 2 sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ. ഓരോ ഇലക്ട്രോണും ഉണ്ട്. അപ്പൊ ബെറിലിയം ആറ്റത്തിലെ 2 ഓർബിറ്റലുകൾ ഔട്ടർ ഷെല്ലിലെ എസ് ഓർബിറ്റലും ഒരു പി ഓർബിറ്റലും കൂടെ മിക്സ് ചെയ്ത് 2 sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ട്. അപ്പൊ ഈ sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ എസ് ഓർബിറ്റലിന്റെ ഷേപ്പ് അല്ല, പി ഓർബിറ്റലിന്റെ ഷേപ്പ് അല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ വരയ്ക്കുന്നത് ഒരു ഡംബൽ വരയ്ക്കും. ഒരു sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ
ഒരു ഡംബൽ വരയ്ക്കും. മറ്റേ ഡംബലിന് പകരം നമ്മളൊരു ചെറിയ സാധനം ഇതിനകത്ത് കാണിക്കും. അപ്പൊ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ഡംബൽ വരയ്ക്കുക. ഡംബലിനകത്ത് ചെറിയൊരു കൊമള പോലെ ഒരു സാധനം കൂടെ വരയ്ക്കും. സോ ദിസ് ഈസ് വൺ sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ. ബെർലിയം ആറ്റത്തിലെ ഒരു sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ. രണ്ടാമത്തെ sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ എവിടെ നിൽക്കണം? മാക്സിമം അകലെ നിൽക്കണം. ഇതിൽ നിന്ന് മാക്സിമം അകലെ എവിടെ നിൽക്കണം? ഇവിടെ നിന്നാൽ ആണോ മാക്സിമം അകലെ ആകുക? ഏതാണ് മാക്സിമം അകലെ എന്ന് പറയുമ്പോൾ? പരമാവധി അകലെ എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിൽക്കുക. അപ്പൊ രണ്ടാമത്തെ sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ എവിടെ നിൽക്കുന്നു? ദിസ് ഈസ് ദ സെക്കൻഡ് sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ. രണ്ടാമത്തെ ഓർബിറ്റലാണ് ഇത്. ഇത് രണ്ടും കൂടെ ചേർന്ന് p ഓർബിറ്റൽ എന്ന് വിചാരിക്കരുത്. This is one orbital, sp hybridized orbital. This is another sp hybridized orbital. These are directed in 180-degree bond angle. ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത്, ഇവർക്കിടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രിയാണ്. അപ്പൊ രണ്ട് ഓർബിറ്റലുകളൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞു. അപ്പോൾ ക്ലോറിൻ ആറ്റം അടുത്തേക്ക് വരുന്നു. ക്ലോറിൻ ആറ്റത്തില് എന്ത് ഓർബിറ്റലാണുള്ളത്? ക്ലോറിൻ ആറ്റത്തിന്റെ ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയി. ക്ലോറിൻ ആറ്റം 17, 1s2, 2s2, 2p6, 3s2, 3p5. ശരിയായോ? 6, 9, 17. p5 എന്ന് പറഞ്ഞാൽ pz ഓർബിറ്റലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഈ ഒരു ഇലക്ട്രോൺ ഉള്ള p ഓർബിറ്റൽ, ഹാഫ് ഫിൽഡ് p ഓർബിറ്റൽ. This is the half filled p orbital of chlorine atom. ഇതിനകത്ത് ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഇത് sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ, അതിനകത്ത് ഒരു ഇലക്ട്രോൺ ഉണ്ട്. രണ്ട് ഇലക്ട്രോണുകളുണ്ട് ഇവിടെ. ക്ലോറിൻ ആറ്റം. ഇവിടെ രണ്ട് ഇലക്ട്രോണുകൾ വന്നു. ഒന്ന് ക്ലോറിൻ ആറ്റം കൊടുത്തത്, ഒന്ന് ബെറിലിയം ആറ്റം കൊടുത്തത്. ഇവിടെ രണ്ടാമത്തെ ക്ലോറിൻ ആറ്റം വന്നിട്ടുണ്ട്. അതിനൊരു pz ഓർബിറ്റൽ ഉണ്ട്. ക്ലോറിൻ ആറ്റത്തിന്റെ pz ഓർബിറ്റലാണിത്. ഇവിടെ കയറ്റി വരയ്ക്കാം, ഇല്ലെങ്കിൽ ഇലക്ട്രോണിനെ നമുക്ക് വരയ്ക്കാൻ പറ്റുകയില്ല. This is the chlorine atom and the pz orbital of chlorine atom. This is the pz orbital of chlorine atom. The chlorine atom donates one electron. sp hybridized orbital has one electron. രണ്ടും ആന്റി പാരലൽ ആയിട്ടാണ് ഇരിക്കുക. ഓപ്പോസിറ്റ് സ്പിന്നിലാണ് വരിക. അങ്ങനെ ബെറിലിയം ആറ്റത്തിന്റെ ഒരു ഓർബിറ്റലും ക്ലോറിൻ ആറ്റത്തിന്റെ ഒരു p ഓർബിറ്റലും കൂടി ഓവർലാപ്പ് ചെയ്ത് ഒരു ബോണ്ട് ഉണ്ടായി. ആ ബോണ്ട് നമ്മൾ വര വരച്ചാണല്ലോ കാണിക്കുക. ഇങ്ങോട്ടൊരു വര വരച്ചാൽ ഇവിടെ ഒരു ബോണ്ട്, ഇങ്ങോട്ടൊരു വര വരച്ചാൽ ഇവിടെ ഒരു ബോണ്ട്. ഈ ബോണ്ടിൽ രണ്ട് ഇലക്ട്രോണുകൾ. What is the angle between these two bonds? 180 degree. അപ്പൊ ബെറിലിയം ക്ലോറൈഡ് എന്ന് പറയുന്ന മോളിക്യൂളിന്റെ ഷേപ്പ് ലീനിയർ. ലീനിയർ ഷേപ്പ്. ഇതാണ് ഒരു ഹൈബ്രിഡൈസേഷൻ ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത്. എന്തൊക്കെ എഴുതണം? ബെറിലിയം ക്ലോറൈഡ് എന്ന് എഴുതി, ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി, ബെറിലിയം 1s2, 2s2, എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി. ഒരു ഇലക്ട്രോണിനെ, എസിലുള്ള ഒരു ഇലക്ട്രോണിനെ പിയിലേക്ക് എക്സൈറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. അപ്പൊ ഇലക്ട്രോണുകൾ പിയിലേക്ക് വന്നു. ഇവര് തമ്മിൽ മിക്സ് ചെയ്ത് രണ്ട് ഒരേ എനർജിയുള്ള ഒരേ ഷേപ്പുള്ള രണ്ട് ഓർബിറ്റലുകൾ നമ്മൾ അടർത്തി മാറ്റി വെച്ചിരിക്കുകയാണ്. അവർക്ക് രണ്ടുപേർക്കും ഒരേ എനർജിയാണ് കൊണ്ടാണ് ഒരേ കോളത്തിന്റെ ഒറ്റ കോളത്തിന്റെ രണ്ട് ബ്ലോക്കുകളായിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നത്. പി എന്ന് പറയുന്നത് വേറെയാണ്, അതിന് വേറെ എനർജിയാണ്.
അപ്പൊ ഒരേ എനർജിയുള്ള ഓർബിറ്റലിൽ രണ്ട് sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ടായി. രണ്ട് sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് മാക്സിമം അകലെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി 180 ആംഗിളിൽ നിൽക്കുന്നു. ആ 180 ആംഗിളിൽ നിൽക്കുന്ന sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലിലേക്ക് p ഓർബിറ്റലുകൾ, ക്ലോറിൻ ആറ്റത്തിന്റെ p ഓർബിറ്റലുകൾ ഓവർലാപ്പ് ചെയ്യുന്നു. രണ്ട് ബോണ്ടുകൾ ഉണ്ടാകുന്നു. The bond angle is 180 degree. രണ്ടാമത്തെ ഹൈബ്രിഡൈസേഷൻ sp2 ഹൈബ്രിഡൈസേഷൻ. അപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞത് ഒരു എസും ഒരു പിയും കൂടെ ഹൈബ്രിഡൈസ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു എസും രണ്ട് പിയും കൂടെ ഹൈബ്രിഡൈസ് ചെയ്താൽ എന്ത് കിട്ടും. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് BCl ആണോ F ആണോ? BCl3. സോ അതിനകത്തുള്ളത് എവിടെ പഠിക്കാം? BCl3 ആയാലും BF3 ആയാലും സെയിം ആയിരിക്കും. ആദ്യം എഴുതേണ്ടത് എന്താണ്? ബോറോൺ, സെൻട്രൽ ആറ്റം ബോറോണിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ. ബോറോണിന്റെ അറ്റോമിക് നമ്പർ 5. 1s2 2s2 2p1. ബ്ലോക്ക് വരയ്ക്കാം. 1s2 2s2 2p1. 3 ക്ലോറിൻ ആറ്റങ്ങൾ വന്നിട്ടുണ്ട്. 3 ഓർബിറ്റലുകൾ പ്രൊവൈഡ് ചെയ്യണം. അതിനുവേണ്ടി ചെയ്തത് എസിൽ നിന്നൊരു ഇലക്ട്രോണിനെ പിയിലേക്ക് എക്സൈറ്റ് ചെയ്തു. സോ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ. ഇത് എഴുതി കാണാതെ പഠിക്കണം. നിങ്ങൾക്കിപ്പോ ഉടനെ ഇത് മോളിക്യൂൾ കാണുന്ന ഉടനെ ഇതിന്റെ എന്താണ് ഹൈബ്രിഡൈസേഷൻ പ്രവചിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനൊന്നും ഇപ്പൊ പറ്റത്തില്ല. തൽക്കാലം ഇത് അങ്ങോട്ട് പഠിക്കാം. ഈ മോളിക്യൂൾ വരുമ്പോൾ എഴുതേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും ഈ എക്സൈറ്റേഷൻ നടക്കുന്ന കാര്യവും ഒക്കെ എഴുതാം. ചിലയിടത്തൊന്നും വരുമ്പോൾ എക്സൈറ്റേഷൻ നമ്മൾ എഴുതാറില്ല, അല്ലാതെ തന്നെ ഹൈബ്രിഡൈസേഷൻ നടത്തുന്ന കാര്യം. അതൊക്കെ ആ മോളിക്യൂളിന്റെ ഷേപ്പിനെയും അതിന്റെ എനർജിയെയും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തിയറികളാണിത്. ഇങ്ങനെയൊക്കെ ആറ്റങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. ഇതൊക്കെ എങ്ങനെയൊക്കെയാണോ ആറ്റം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. പക്ഷെ നമ്മൾ ഈ ബോണ്ടിന്റെ സ്ട്രെങ്തിനെ കുറിച്ചൊക്കെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന ഒരു തിയറികളാണിത്. അപ്പൊ അത് ഇങ്ങനെയായിരിക്കും, അപ്പൊ അത് അങ്ങനെ ചെയ്തതുകൊണ്ടാണ്, ഇപ്പൊ ഇലക്ട്രോൺ എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഹൈബ്രിഡൈസേഷൻ നടത്തിക്കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ എന്താണ്? ഇലക്ട്രോണിനെ എക്സൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ 2sലുള്ള ഒരു ഇലക്ട്രോൺ 2pയിലേക്ക് പോയി. 1sലെ ഇലക്ട്രോണിന് വ്യത്യാസമൊന്നുമില്ല. 2sൽ ഒരു ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. ആ ഒരു ഇലക്ട്രോണിനെ എടുത്ത് 2pയിലേക്ക് ഇട്ടു. ഇത് 1s ആണ്, 2s ആണ്, 2s ആണ്, 2p ആണ്. Now hybridization is going to happen. sp2 hybridization. ഒരു s ഓർബിറ്റലും രണ്ട് p ഓർബിറ്റൽ. p orbital എന്ന് പറഞ്ഞാൽ ഒരു s orbital is spherically symmetrical. p orbital is dumbbell. ഒന്ന് ഒരു ഡയറക്ഷനിൽ കിടക്കുന്നു, അതിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് അടുത്ത ഓർബിറ്റൽ. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് മൂന്നാമത്തെ കിടപ്പുണ്ട്, അതിനൊന്നും ചെയ്യുന്നില്ല, ആ ഓർബിറ്റൽ അങ്ങനെ തന്നെ കിടക്കുന്നു. ഇവര് ഒരു s ഓർബിറ്റലും രണ്ട് p ഓർബിറ്റലും കൂടെ മിക്സ് ചെയ്തു. Then there are 3 orbitals are formed. അല്ലേ? ഒരു s രണ്ട് p കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഈ എസിന് വ്യത്യാസമൊന്നുമില്ല. ദിസ് ഇസ് 1s. ഒരു എസും രണ്ട് പിയും കൂടെ മിക്സ് ചെയ്ത് 3 ഓർബിറ്റൽസ് ഉണ്ടായി. ദീസ് ആർ sp2 hybridized orbitals. All are having 1 electron each. And this is the p orbital remaining. അത് മിക്സിങ്ങിൽ പങ്കെടുക്കാതെ നിൽക്കുന്ന അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽ ആണ്. അത് അവിടെ ഇങ്ങനെ കിടക്കുന്നു. Okay. Then these 3 orbitals all are having same energy and same shape. ഈ 3 sp2 hybridized orbitals-നും ഒരേ ഷേപ്പ് ആണ്, ഒരേ എനർജിയാണ്. അവരെ മാക്സിമം അകലെ നിർത്തണം.
അവരെ മാക്സിമം അകലെ നിർത്താനായിട്ടുള്ള ഒരു ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. നമ്മളൊരു ട്രയാങ്കിൾ ഇങ്ങനെ വരയ്ക്കുക. ട്രയാങ്കിളിന്റെ സെന്ററിൽ നിന്ന് കോർണറിലേക്ക് ഇങ്ങനെ വരച്ചാൽ ഇതിനിടയിലുള്ള ആംഗിൾ ആണ് 120 ഡിഗ്രി. 3 ഓർബിറ്റലുകൾക്ക് നിൽക്കാവുന്ന മാക്സിമം അകലം എന്ന് പറയുന്നത് 120 ആംഗിൾ ആണ്. അപ്പോൾ ഇത് ബോറോൺ ആറ്റം, സെന്ററിൽ ഇരിക്കുന്ന ബോറോൺ ആറ്റം ഒന്നാമത്തെ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ. ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ വരയ്ക്കുമ്പോൾ എന്ത് വരയ്ക്കണം? ഒരു കുനിപ്പും കൂടി വരയ്ക്കണം. ഒരു ഡമ്പലും അതിനകത്തൊരു കുഞ്ഞു കൊമ്പളി. ഒന്നാമത്തെ sp2 hybridized orbital. Then the second sp2 hybridized orbital is directed to the other corner. sp2 hybrid orbital. This is also sp2 hybrid orbital. And the third sp2 hybrid orbital directed to the third corner of the triangle. This is also sp2. 3 ഓർബിറ്റലിനെ റെഡി ആക്കിയിട്ടുണ്ട്. Now ഇനി ആര് വന്നാൽ മതി? ഒന്നിരുന്ന് കഴിച്ചാൽ മതി. ആരാണ് കഴിക്കാൻ വരുന്ന പാർട്ടി? Chlorine atom. This will overlap with the p orbital of chlorine atom. Chlorine atomത്തിന്റെ p orbital ആണിത്. Another chlorine atom comes in this direction. The p orbital of chlorine atom. Chlorine atom ആണിത്. അടുത്ത ക്ലോറിൻ ആറ്റം ഇതിലൂടെ വന്നു p ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്തു. ഇതിനകത്ത് 2 ഇലക്ട്രോണുകളുമുണ്ട്. ഓവർലാപ്പ് ചെയ്യുന്നിടത്ത് 2 ഇലക്ട്രോണിനെ കൂടി കാണിക്കാം. അപ്പോൾ ബോറോൺ ആറ്റം ഇരിക്കുന്നു. ഒരു ക്ലോറിൻ ആറ്റം ഇങ്ങോട്ട്, ഒരു ക്ലോറിൻ ആറ്റം ഇങ്ങോട്ട്, ഒരു ക്ലോറിൻ ആറ്റം ഇങ്ങോട്ട്. The angle between this is 120 degree. Angle between this is 120 degree. ഇതിന്റെ ഷേപ്പിന്റെ പേര് എന്താണെന്ന് അറിയാമോ? ഈ 3 ബോണ്ടുകളും ഒരേ പ്ലെയിനിലാണ്. ഈ ബോർഡിന്റെ പ്ലെയിനിലാണ്, ഈ ബോർഡിന്റെ പ്ലെയിനിൽ തന്നെയാണ്. അപ്പോൾ അതിന്റെ പേര് ട്രൈഗണൽ പ്ലെയിനാർ. BCl3 ആയാലും BF3 ആയാലും ബോറോണിന്റെ മറ്റ് കോമ്പൗണ്ടുകളായാലും ഈ ട്രൈവലന്റ് കോമ്പൗണ്ടുകൾ, ട്രൈവലന്റ് എന്ന് പറഞ്ഞാൽ വാലൻസി 3 ആറ്റങ്ങളുമായിട്ട് കമ്പൈൻ ചെയ്തുണ്ടാവുന്ന ഇത്തരത്തിലുള്ള മോളിക്യൂളിന്റെ ഷേപ്പ് ട്രൈഗണൽ പ്ലെയിനാർ ആയിരിക്കും. ട്രൈഗണൽ പ്ലെയിനാർ എന്ന് പറഞ്ഞാൽ ഒരേ പ്ലെയിനിലാണ്, ഒരു ട്രയാങ്കിളിന്റെ 3 കോർണറിലേക്കായിട്ടാണ് ഈ 3 ആറ്റങ്ങളും ഇരിക്കുന്നത്. That is the shape of BCl3. ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. അതായത് എക്സ്പ്ലെയിൻ ദ ഹൈബ്രിഡൈസേഷൻ ഇൻ BCl3 എന്ന് പറഞ്ഞാൽ sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. എക്സാമ്പിൾ ആണ് BCl3. അത് എഴുതുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എഴുതേണ്ടത്. എല്ലാം ഉണ്ട് ഇതിനകത്ത്. എക്സൈറ്റഡ് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ എഴുതുന്നതോടുകൂടി എക്സൈറ്റ് ചെയ്തു എന്ന് മനസ്സിലായി. ഇതിങ്ങനെ കാണിക്കുന്നതോടുകൂടി ഇവർ മിക്സ് ചെയ്ത് sp2 ഹൈബ്രിഡൈസേഷൻ നടത്തിയെന്നായി. ഇങ്ങനെ എഴുതുന്നതോടുകൂടി ഇവർ 3 പേർക്കും ഒരേ എനർജിയുള്ള ഓർബിറ്റലുകളാണെന്നും ഒരേ ഷേപ്പാണെന്നും മനസ്സിലായി. ഇനി നമ്മൾ ഷേപ്പുകൾ കാണിക്കുന്നു, ആംഗിൾ കാണിക്കുന്നു, ഇത് ഓവർലാപ്പ് ചെയ്യുന്നത് കാണിക്കുന്നു. സോ 3 bonds are formed. ആംഗിൾ നമ്മൾ എഴുതി, ഷേപ്പ് എഴുതി. ഇറ്റ്സ് ഓവർ. എക്സ്പ്ലനേഷൻ ഈസ് ഓവർ. കൂടുതൽ വാചകങ്ങളൊന്നും അവിടെ എഴുതേണ്ട കാര്യമില്ല.